أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലൊക്കെ വന്നുപോയ പാപക്കറകളെങ്കിലും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സിറാത്ത് കടന്ന് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന അനുഗ്രഹീതരായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സൽക്കർമ്മങ്ങളിലൂടെയല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം വചനങ്ങളിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നുള്ള പ്രയോഗം നമുക്ക് കാണാം. ആ അമലു സ്വാലിഹാത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയ ധാരാളം നന്മകളുണ്ട്. ആ നന്മകളിൽ ഫർളായ കാര്യങ്ങളുണ്ട്, ഐച്ഛികമായ കാര്യങ്ങളുണ്ട്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഫർളുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു നന്മയെക്കുറിച്ചാണ് നമ്മളിൽ പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ വിസ്മൃതിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു നന്മയെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ഹദീസിൽ നേരിട്ട് വന്ന പദം ഇങ്ങനെ തന്നെയാണ്: ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹ് ബഅദൽ ഫറായിൽ. ഫർളുകൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള നന്മ, നിർബന്ധ കർമ്മങ്ങൾക്ക് ശേഷം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്മ എന്നുള്ളത് ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ മനസ്സിലേക്ക് നൽകുന്ന സന്തോഷമാണ് എന്നാണ്. സന്തോഷം ആഗ്രഹിക്കാത്തവർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന പരിചയമുള്ള ഒരാൾ, ഇനി പരിചയമില്ലാത്ത ഒരാളാകട്ടെ, നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നത്, നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത്, നമ്മൾക്ക് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തരിക എന്ന് പറയുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് വ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ? അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഈ പറയുന്നത്? ഭാര്യ ഭർത്താവിനെയല്ല, ഭർത്താവ് ഭാര്യയെയല്ല, മക്കൾ മാതാപിതാക്കളെയല്ല, തിരിച്ചല്ല, സമൂഹമല്ല, പിന്നെയോ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമയായ റബ്ബ് ഇഷ്ടപ്പെടുന്ന ആളുകൾ.
അതാരാണ് എന്ന് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. രണ്ടാമത്തെ ചോദ്യം, അഹബ്ബുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താണ്? രണ്ടാമത്തെ ചോദ്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ? ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്മകൾ, എന്താ ചോദ്യങ്ങൾ. അവൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അതിൽ പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഹബ്ബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഉപകാരികളാരാണോ അവരെയാണ്. സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ആളുകളെ, വ്യക്തികളെ സഹായിക്കുന്നവരെ, അവർക്ക് ഉപകാരം ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തികളിൽപ്പെട്ട ഒന്നാണ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ മനസ്സിലേക്ക് നീ നൽകുന്ന സന്തോഷം. പിന്നീട് പറഞ്ഞത് ഔ തക്ഷിഫുഹു അൻഹു കുർബ, എന്തെങ്കിലും വിഷമങ്ങളോ കുർബത്തുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കിക്കൊടുക്കാൻ സഹായിക്കുക. നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഔ തതുറുദു അൻഹു ജുഅൻ, അവൻ വിശപ്പ് അനുഭവിക്കുന്നവനാണോ, പട്ടിണി അനുഭവിക്കുന്നവനാണോ, ആഹാരം നൽകി അവനെ നീ ആദരിക്കുക. ഔ തഖ്ലി അൻഹു ദൈനൻ, ഇനി വല്ല കടമിടപാടുകളിലും അകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ടവനാണോ, അവൻ്റെ കടം വീട്ടിക്കൊടുക്കാൻ നീ സഹായിക്കുക. വലഅൻ അംശി മഅ അഖിൻ ലീ ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തിഖഫ ഫീ ഹാദൽ മസ്ജിദ്, എന്താ പറഞ്ഞത്? എൻ്റെ പള്ളിയായ ഈ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ് യഅനി മസ്ജിദൽ മദീന ശഹ്റൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളിയാണല്ലോ മസ്ജിദുൻ നബവി. ആ മദീന പള്ളിയിൽ നിസ്കരിച്ചാൽ മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ടെന്ന് നമുക്കറിയാം. ആ പള്ളിയിൽ ഒരു മാസം കണ്ടിന്യൂസായി ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മുസ്ലിമിന് നീ ചെയ്യുന്ന സഹായങ്ങളാണെന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒന്നാമത് പറഞ്ഞത് എന്താ? ചെറിയൊരു വിശദീകരണത്തിലൂടെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോവാം. ഈ ഹദീസിൽ ഒന്നാമത് പറഞ്ഞത് ഇദ്ഖാലുസ് സുറൂർ, ഒരു മുസ്ലിമിൻ്റെ മനസ്സിലേക്ക് നീ നൽകുന്ന സന്തോഷമാണ്. പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആ പ്രയാസങ്ങൾക്കിടയിൽ അവർക്ക് ആശ്വാസം ഒരു വാക്കിലൂടെ, ഒരു ചേർത്ത് പിടിക്കലിലൂടെ, ഞാൻ നിൻ്റെ കൂടെയുണ്ടടാ, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം എന്നൊക്കെയുള്ള നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ചില പ്രയോഗങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കൂടെ നിൽക്കുക എന്നുള്ളതൊക്കെ ഇദ്ഖാലുസ് സുറൂറാണ്, മനസ്സിലേക്ക് സന്തോഷം ഇട്ടുകൊടുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരാളുടെ സങ്കടം അകറ്റി അയാൾക്ക് ആശ്വാസം നൽകുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒന്നയാളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക. ചില ആളുകൾ പുറത്തേക്ക് ചിരിക്കുന്നുണ്ടാവും, മനസ്സിൻ്റെ ഉള്ളിൽ അഗ്നിപർവ്വതങ്ങൾ ഉരുകി ഒലിക്കുന്നത് പോലെ വേദനകൾ പേറി നടക്കുന്ന, പുറത്തേക്ക് പ്രയാസങ്ങൾ പറയാൻ അഭിമാനത്തിൻ്റെ ക്ഷതമേൽക്കുമെന്ന് ഭയപ്പെട്ട് പുറത്തേക്ക് പറയാത്ത കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ എന്നറിഞ്ഞ് അവരുടെ മുഖത്തൊരു പുഞ്ചിരി സമ്മാനിക്കാൻ, അല്ലെങ്കിൽ ഒരു ചിരി വിടർത്താൻ ഒരു വിശ്വാസിക്ക് കഴിയണം. വിശ്വാസി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവനാണ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവനാണ്. എന്താണ് ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ? ഒറ്റക്കായി ജീവിക്കേണ്ട ആളല്ല. അവനും അവൻ്റെ കുടുംബവും അവൻ്റെ ഇബാദത്തുകളും അവൻ്റെ കാര്യങ്ങളുമായിട്ട് നീങ്ങുക. അങ്ങനെ അന്തർമുഖനല്ല ഒരു യഥാർത്ഥ വിശ്വാസി, അല്ലേ? ഇത് ഒരാൾക്ക് പണം നൽകുന്നതിലൂടെ നൽകാൻ പറ്റുന്ന സന്തോഷം മാത്രമല്ല, ഒരു വാക്കുകൊണ്ട്, അതുപോലെ തന്നെ ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട്, പെരുമാറ്റം കൊണ്ടൊക്കെ അത് സാധ്യമാണ്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇത് ഈ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂറത്തുർ റഹ്മാനിലെ 60-ാമത്തെ ആയത്താണ്. മരുഭൂമിയിൽ തളർന്നു നിൽക്കുന്നവന് ലഭിക്കുന്ന ഒരു തണൽ മരം പോലെയാണ്
സങ്കടപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഒരു പുഞ്ചിരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ്, മഹാനായ നേതാവാണ് നമ്മുടെ നേതാവ് ആണല്ലോ. തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വതക്ക, ചിരിക്കാൻ വരെ മറന്നുപോയ കാലഘട്ടം. അറിയുന്നവരോട് പോലും ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ, ഒന്ന് കൈ കൊടുക്കാൻ, എന്താ വിശേഷങ്ങളൊന്ന് ചോദിക്കാൻ മുവഹ്ഹിദീങ്ങളടക്കം മറന്നു പോകുന്ന കാലമല്ലേ? സത്യമാണ്. പക്ഷെ ചില ആളുകളുടെ അവഗണനയും ചില ആളുകളുടെ പെരുമാറ്റങ്ങളും ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ മനസ്സുകളെ കീറിമുറിക്കാറുണ്ടല്ലേ? വിശ്വാസികളെ നമ്മളതിന് കാരണക്കാരാകാൻ പാടില്ല. മഹാനായ കഴിഞ്ഞ ഖുതുബയിൽ, കഴിഞ്ഞ എൻ്റെ അവസാനത്തെ ഖുതുബയിൽ ഞാൻ 2-3 പ്രാവശ്യം നിങ്ങളെ കേൾപ്പിച്ച മഹാനായ പണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ കാണാം, ഇന്നല്ലാഹ തആല കരീമുൻ യുഹിബ്ബുൽ കറം വമൻ റഹിമ ഇബാദഹു റഹിമല്ലാഹ് വമൻ അദ്ഖല അസ്സുറൂറ അലാ ഖൽബിൻ ഗൈരി അദ്ഖല അല്ലാഹു അസ്സുറൂറ അലാ ഖൽബിഹി ഫിദ്ദുനിയ വൽ ആഖിറ. ശ്രദ്ധിക്കണേ, പ്രമാണങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള വർത്താനാണത്. ഇബ്നുൽ ഖയ്യിമിൻ്റെ വാക്കല്ല, പ്രമാണങ്ങൾ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വാക്കാണത്. ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുക, കൂടെയുള്ള ആളുകളുടെ, അത് ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, അയൽവാസികളാകാം, തൻ്റെ കൂടെ ആദർശ സഹോദരി സഹോദരങ്ങളാകാം, അവരെ സന്തോഷിപ്പിക്കുന്നവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കൊണ്ട് നിറക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. ഇതാണ് ആ പുണ്യത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ സന്തോഷം ആഗ്രഹിക്കുന്ന ആളുകളാണ്. മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് സലഫുകളിൽപ്പെട്ട മഹാനായ വ്യക്തിയാണ്. ലിയകുൻ ഹള്ളുൽ മുഅ്മിനി മിൻക സലാസ, വിശ്വാസികളോട് നീ കാണിക്കേണ്ടുന്ന 3 മര്യാദകളുണ്ട്. ആ 3 മര്യാദകളിൽ ഒന്ന്, ഇല്ലം തൻഫഅഹു ഫലാ തളുറഹു വഇല്ലം തുഫ്രിഹു ഫലാ തഉമ്മഹു വഇല്ലം തംദഹു ഫലാ തദുമ്മഹു. എന്താണ് ആ വാക്ക്? നിനക്ക് സന്തോഷം നൽകാൻ ഒരു വിശ്വാസിക്ക് നിനക്ക് സാധ്യമല്ലേ? നിന്റെ മനസ്സ് അത്രത്തോളം ചുരുങ്ങിപ്പോയൊരു വ്യക്തിയാണോ? മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കുന്നവനല്ലേ? എങ്കിൽ അതിനൊക്കെ കഴിയില്ല എങ്കിൽ നീ അവനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നീ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. എത്ര ആളുകളെ മനസ്സിൽ വേദന കോരിയിടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്ത് കിട്ടിയവർക്ക് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള, അതുകൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള തെറ്റിദ്ധാരണ, മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കുക, അവൻ്റെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കുക, അത് അവനെ തകർക്കാനുള്ള വഴികളായി സ്വീകരിക്കുക. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. അതല്ല, അവൻ്റെ വേദനകളും പ്രയാസങ്ങളും അറിഞ്ഞ് ചേർത്ത് പിടിക്കലാണോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് മുഅ്മിനീങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് ഇദ്ഖാലുസ് സുറൂർ, സന്തോഷം പ്രവേശിപ്പിക്കാനുള്ള വഴികളിൽപ്പെട്ട ഒന്നെന്താണെന്നറിയുങ്ങളെ? ഒരു വിശ്വാസി നല്ലൊരു കഴിവോടുകൂടി ഒരു നല്ല കാര്യം ചെയ്താൽ, ഒരു പ്രശംസനീയമായൊരു നന്മ ചെയ്താൽ, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉടനെ തന്നെ അവൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ടോ അവനെ തഖ്ദീർ നടത്തുക, അംഗീകാരം കൊടുക്കുക. നീ ആ ചെയ്ത നന്മണ്ടല്ലോ, മാഷാ അല്ലാ, അത് അഭിനന്ദനാർഹമാണ്. നിങ്ങൾ ആ സംസാരിച്ച നന്മയുണ്ടല്ലോ, അത് സമൂഹത്തിന് ഇനി ഉപകാരപ്പെടേണ്ട നന്മകളാണ്. താങ്കൾക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ, ബാറക്കല്ലാ എന്നൊക്കെയുള്ളൊരു വാക്ക്. സഹോദരങ്ങളെ, അതൊക്കെ ഇപ്പം നമ്മളൊക്കെ ഒരു ഖുതുബ കഴിഞ്ഞിറങ്ങിയാൽ, ഒരു പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയാൽ ചില ആളുകളൊക്കെ നമ്മളെ കൊണ്ട് കെട്ടിപ്പിടിച്ച് പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളുടെ സംസാരം മനസ്സിൽ കൊണ്ടു എന്നുള്ളത്. ഒരു 100ഉം 10,000ഉം മണിക്കൂർ നോൺ സ്റ്റോപ്പായി സംസാരിക്കാനുള്ള എനർജി ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കിട്ടുന്ന വാക്കാണത്. ഞാനിത് പറഞ്ഞെന്തിനാ? നിങ്ങൾ അങ്ങനെ പറയണമെന്ന് പറയാനല്ല, പിന്നെയോ അനുഭവമാണ് ഞാൻ പറയണത്. ഒരാളൊരു നന്മ ചെയ്താൽ, നമ്മളെ കുട്ടികളാകാം, നമ്മുടെ ഭാര്യയാകാം, ഉണ്ടാക്കിയ ഫുഡ് മാഷാ അല്ലാ എന്ത് രുചിയാണ്, രുചിയോടെ വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ എണീറ്റ് പോയി. പക്ഷേ ആ സന്തോഷം നീ അവളോടൊന്ന് പകർന്നു നൽകിയാൽ അവൾക്ക് കിട്ടുന്ന എനർജി എത്രയാണ്? വിശ്വാസികൾ, ഇത് മനുഷ്യ മനസ്സ് പ്രകൃതി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തഖ്ദീർ എന്നതിന് പറയാം, അംഗീകാരം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾക്ക് സന്തോഷം നൽകാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, പെട്ടെന്ന് ഇങ്ങനെ ചുരുക്കുകയാണ്, ഒന്ന് ഹദിയ, ഗിഫ്റ്റുകൾ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക. നമ്മളൊക്കെ ഉഷാറാണ്. പക്ഷെ അതിങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ വിജയികളായ ആളുകൾക്ക്, മണ്ഡലം തലത്തിൽ വിജയികളായ ആളുകൾക്ക് കൊടുക്കണം. പക്ഷെ നമ്മൾ ആദ്യം സന്തോഷം പകരേണ്ടത് നമ്മളെ ഒട്ടി ജീവിക്കുന്ന ആളുകൾക്കാണ്. ഭാര്യ ഭർത്താവിനൊരു ഗിഫ്റ്റ് കൊടുക്കുക, അതിൻ്റെ വലുപ്പ ചെറുപ്പല്ല, സമ്മാനം എന്ന് പറയുന്നൊരു വാക്ക് അതിൽ വന്നല്ലോ, അതിൽ സന്തോഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാൻ മഹാനായ അല്ലേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? തഹാദു തഹാബു, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറണേ, എങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരമായ അറ്റാച്ച്മെന്റുകളുടെ ശിദ്ദത്ത് വർദ്ധിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നീട് ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷം നൽകാൻ പറ്റുന്നൊരു കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. അറിയുന്നവരോടും അറിയാത്തവരോടും ഒക്കെ സലാം പറയുക. ഒരു വിശ്വാസിക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ് ദുആ. സലാം പറയലൊരു പ്രാർത്ഥന. നിന്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ, നിന്റെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. ആ മനസ്സറിഞ്ഞുകൊണ്ടുള്ള അസ്സലാമു അലൈക്കും എന്നുള്ള ഒരു സലാം പറയൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പരസ്പരം മനസ്സുകൾ എടുക്കാനും സന്തോഷിക്കാനുമുള്ള ഞാൻ നിങ്ങൾക്ക് ഒരു മാർഗം പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് സലാം നിങ്ങൾ അറിയുന്നവരോടും അറിയാത്തവരോടും വ്യാപിപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല, എന്തെങ്കിലും വിഷമതകളൊക്കെ നമ്മളെ കൂട്ടത്തിൽ കൂടെ നടക്കുന്ന 5 നേരം നമ്മളെ കൂടെ സഫിൽ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിലേ ഓലെ കൂടെ നടന്നിട്ട് അത് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്കെന്താ വാക്കുകൊണ്ടാണോ, ഇനി അതല്ല എന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണോ, അതൊക്കെ ഒന്ന് സഹായിച്ച് സഹകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ദഅവത്ത് ചെയ്യുമ്പോൾ മാത്രം കൊടുക്കുക, ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ മാത്രം ഒരുമിച്ച് കൂടുക, അതുപോലെ നോമ്പുണ്ടാകുമ്പോൾ നോമ്പറക്കാൻ മാത്രം ഒരുമിച്ച് കൂടുക, ഇതല്ല. ഒരു വിശ്വാസിക്ക് ഇതൊക്കെ വേണം, കൂട്ടത്തിൽ വേണ്ട കാര്യമാണ്. എൻ്റെ കൂടെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ക്ലാസ്സിൽ വന്ന ഒരാളെ കാണാനല്ലോ, ഒന്ന് ചെന്ന് കാണാം, എന്താ പ്രശ്നമെന്നൊന്ന് ചോദിക്കാം. രോഗിയായി കിടന്നോ, മറ്റുള്ള മാനസികമായ പ്രശ്നങ്ങളുണ്ടോ? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായത്തിൻ്റെ സൂറത്ത് ഹുജറാത്തിന്റെ ആദ്യ വചനങ്ങൾ വായിക്കൂ. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ ഒരു സ്വഹാബി വരൻ മുത്തുനബിയുടെ സദസ്സിലേക്ക് വരാതെയായി. അങ്ങനെ നബിയേക്കാൾ നിങ്ങളെ സൗണ്ട് ഉയർന്നാൽ അൻ തഹ്ബത അഅ്മാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകുന്ന അറിഞ്ഞു നിങ്ങൾ അറിയാതെ. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി പിന്നീട് ദർസുക്ക് വരുന്നില്ല. മദീന പള്ളിയിൽ എന്നും ക്ലാസ് ഉണ്ടാവും, വരുന്നില്ല. എവിടെ പോയി? ഒരു സഹാബിയാണ്, അദ്ദേഹം വന്നാലും ഇല്ലെങ്കിൽ നബിക്കെന്താ? നബി ചോദിക്കുകയാണ് എവിടെ പോയി അദ്ദേഹം? അല്ലാഹുവിൻ്റെ റസൂൽ സഹാബികളെ പറഞ്ഞേക്കാണ് എന്താണ് അയാളെ പ്രശ്നം എന്ന് അന്വേഷിക്കും. ചെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ? എനിക്ക് പ്രകൃതി ആ സംസാരത്തിൽ ശബ്ദം കൂടുതലുള്ള ഒരാളാണ് ഞാൻ അറിയാതെ എങ്ങാനും സംസാരിച്ച് മുത്തുനബിയുടെ ശബ്ദത്തേക്കാൾ എൻ്റെ ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ എൻ്റെ അമലുകൾ പൊളിഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മുത്തുനബി ആ സഹാബിയെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കൂടെ ഇരുത്തിയ ചരിത്രങ്ങളല്ലേ മുമ്പിലുള്ളത്. ഇങ്ങനെ സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ പരസ്പരം സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന സൽസ്വഭാവികളാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നീട് ഹദീസിൽ വന്നൊരു പ്രയോഗം എന്താണ്? അതെ, തക്ഷിഫു അൻഹു കുർബ എന്നാണ്. പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കുക എന്നാണ്. ഒരാൾ അനുഭവിക്കുന്ന മാനസികമോ ശാരീരികമായ പ്രതിസന്ധികളിൽ അവന് തുണയാവുക. ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ വേദിയാണെന്നൊക്കെ നമുക്കറിയാം. ദുനിയാവിൽ ഒരിക്കലും പൂർണ്ണമായ സുഖം അനുഭവിക്കുന്ന ആരുമില്ല. സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ സങ്കടം അനുഭവിക്കുന്നില്ലേ? സങ്കടം അനുഭവിക്കുന്നവർ സുഖം അനുഭവിക്കുന്നില്ലേ? ഇതിലേതെങ്കിലും ഒന്ന് അനുഭവിക്കുന്നവർ രണ്ടും ചില സമയങ്ങളിൽ അനുഭവിക്കുന്നില്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ജീവിതവും മരണവും സൃഷ്ടിച്ചത് തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ആരും സമാധാനം കൂടുതലൊന്നും ആഗ്രഹിക്കേണ്ട, സുഖങ്ങളൊന്നും കൂടുതൽ ആഗ്രഹിക്കേണ്ട. ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ നാട്ടുകാരനായ എൻ്റെ കുടുംബത്തിലൊരു മെമ്പറായ സഹോദരൻ ഡോക്ടറാണ്. അദ്ദേഹത്തെ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതേ എന്താ പറയുക, എല്ലിൽ അസ്ഥികൂടത്തിൽ തോല് ചുറ്റിയതുപോലെയാണ്. ആരോഗ്യമുള്ള ശരീരമായിരുന്നു, നമ്മളെപ്പോലെ ഇങ്ങനെ ഊർജ്ജസ്വലരായ ആളായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ജീവിതയാത്രക്കിടയിൽ ഒരു രോഗം ബാധിച്ചു. രോഗം എന്താ? ക്യാൻസറാണ്. 4ാമത്തെ സ്റ്റേജിലാണ്. മാസങ്ങളും ദിവസങ്ങളും എണ്ണിയിരിക്കുകയാണ് വിശുദ്ധരന്മാർ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരുപക്ഷെ ആ വേദന അനുഭവിച്ച് കിടക്കുന്ന രോഗിയുടെ അടുത്തൊന്ന് ചെന്നിരുന്ന് ആ വിറയാർന്ന കൈകൾ തൻ്റെ കൈകളിലേക്കൊന്ന് വെച്ച് ദുആ ചെയ്യാം, ക്ഷമിക്കുക, നാളെ പരലോകത്ത് റബ്ബ് നിങ്ങൾക്ക് ഖൈറ് നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ എന്നൊന്നും മനസ്സു തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എത്ര രോഗികളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഈ രംഗങ്ങളിലൊക്കെ ഇടപെടേണ്ടയാളാണ്. അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഓനോൻ്റെ കുടുംബല്ലേ, അത് ഓളോളെ കുടുംബല്ലേ. എന്നാൽ ഇത്രയും കാലം നിനക്ക് വേണ്ടതൊക്കെ ഒരു കാലഘട്ടത്തിൽ ചെയ്തു തന്ന് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചട്ടി നിന്റെ കൂടെ സഫിൽ കൂടെ നിന്ന് നിസ്കരിച്ചിട്ട്
അവൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം വന്നപ്പോൾ അത് അവൻ്റെ കൊള്ളരുതായ്മ കൊണ്ടാണെന്ന് പറഞ്ഞ് ഇരുത്താനാണോ നമ്മൾ പഠിക്കേണ്ടത്? അതല്ല, ആ പ്രശ്നത്തിലൊന്ന് ഇടപെട്ട് എന്താണോ ഒരു സുൽഹ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയ ഇടപെടൽ നടത്തണ്ടേ? അതാണ് ഇദ്ഖാലു സുറൂറിൻ്റെ മറ്റൊരു രംഗം എന്ന് പറയുന്നത്. മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന എത്രായിരം പേരുണ്ട്. വിശിഷ്യ ഈ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകളൊക്കെ അസമാധാനം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആർക്കും ആരോടും മിണ്ടാനോ സംസാരിക്കാനോ അന്വേഷണങ്ങൾ അന്വേഷിക്കാനോ സമയമില്ലാത്ത പുതിയ കാലഘട്ടത്തിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യരെ ഒന്ന് സമാധാനിപ്പിക്കാൻ, സഹോദരങ്ങളെ, കുർബത്തുകൾ അനുഭവിക്കുന്ന ആളുകളെ നീക്കിക്കൊടുക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുക. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലയുടെ കിതാബിൽ ഒരു പ്രയോഗമുണ്ട്. മനുഷ്യനല്ല ഒരു നാവും രണ്ട് ചെവിയും തന്നത് എന്തിനാ? കുറച്ച് സംസാരിക്കാനും കുറേ കേൾക്കാനുമാണെന്നാണ്. ഒരാളെ നല്ലോണം കേൾക്കുക എന്നുള്ളത് നല്ല സ്വഭാവമാണ് കൂട്ടരെ. ഭാര്യയെ ഭർത്താവ് ഇങ്ങനെ കേൾക്കുക, പക്ഷെ ഇഷ്ടപ്പെട്ട വാക്കുകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. എന്നാലും ആ പെയ്തു തോരുന്ന മഴയെ നമ്മളൊന്ന് നനയാൻ, അതൊന്ന് കൊണ്ടുകൊണ്ട് അവരുടെ വേദനയെ ഒന്ന് കുറക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ വിശ്വാസികളെ എന്തുകൊണ്ട് നമുക്കത് ആലോചിച്ചുകൂടാ? ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ അതിൽ ഇടപെടേണ്ട ആളുകളാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നോക്കൂ, നിങ്ങൾ മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബത്തിൻ മിൻ കുറബി ദുനിയ, ഒരു വിശ്വാസി ദുനിയാവിൽ വല്ല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്നവനാരാണോ, നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നീ ചെന്ന് നിൽക്കുമ്പോൾ പ്രയാസങ്ങളുടെ ലോകമാണത്. ആ ലോകത്ത് നിന്റെ പ്രയാസങ്ങൾ അള്ളാഹ് നീക്കിത്തരുമെന്ന് കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്താ ഹദീസ് പറഞ്ഞത്? ദുനിയാവിൽ ഒരാളെ പ്രയാസം നീക്കാനേ മോളെ നീ എന്തെങ്കിലും ഇടപെടൽ നടത്തിയാലേ നാളെ പരലോകത്ത് അള്ളാഹു നിന്റെ ആ നല്ല മനസ്സിനെ കരുതി സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനറിയോ? അവിടുത്തെ പ്രയാസങ്ങൾ കുറക്കാൻ. ഖുർആനിലെ ലാസ്റ്റ് ഇറങ്ങിയ ആയത്തേതാ മുഅ്മിനീങ്ങളെ? വത്തഖൂ യൗമാ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അന്ന് നിങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലങ്ങൾ തരുന്ന ലോകമാണ്. ആർക്കും ആരെയും സഹായിക്കാൻ കഴിയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബിയുടെ വാക്കാണ്. സമ്പത്തോ മക്കളോ അവിടെ ഉപകാരപ്പെടൂല. ഖൽബുൻ സലീമിൻ്റെ ഉടമകളാണ് അവിടെ രക്ഷപ്പെടുക. ആരാണ് ഖൽബുൻ സലീമിൻ്റെ ഉടമ? മഹ്മൂമുൽ ഖൽബിൻ്റെ ഉടമകളാണ്. ആരായി മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ അടിച്ചു വാരപ്പെട്ട ഹൃദയം. ഈ പറയപ്പെട്ട ക്വാളിറ്റികൾക്കുള്ള മനസ്സാണെന്നാണ് ഖത്താദ എന്ന് പറയുന്ന താബിഈ പറഞ്ഞത്. തൗഹീദുള്ള മനസ്സാണെന്ന്. അങ്ങനെ പല വിശദീകരണങ്ങളുണ്ട്. സഹോദരങ്ങൾ, ആ ലോകത്ത് അള്ളാഹു നമ്മളെ പരിഗണിക്കുന്ന ഈ ക്വാളിറ്റി നമ്മളെടുത്തുണ്ടെങ്കിൽ മാത്രമല്ല, അന്ത്യദിനത്തിലെ വിചാരണയും അവിടുത്തെ ഭയാനകരമായ അവസ്ഥയും എത്രയോ ഖുതുബയിൽ നമ്മൾ കേട്ട ആളുകളാണ് അല്ലേ? അതുകൊണ്ട് മറ്റുള്ളവരെ ഒന്ന് അന്വേഷിക്കുക, അറിയുക. വിശ്വാസികളെ, നമ്മൾക്ക് പ്രയാസമുള്ളതോടൊപ്പം തന്നെ എനിക്കെന്നെ താങ്ങാൻ കഴിയാത്ത കുഴപ്പങ്ങളുണ്ട്, എന്നിട്ടിപ്പോൾ ഞാൻ ഓൻ്റെത് അന്വേഷിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കേണ്ട ആളുകളല്ല നമ്മൾ. പിന്നെയോ നമ്മൾ അന്വേഷിക്കണം, അറിയണം, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അന്വേഷിച്ച് ചെല്ലണം. പിന്നെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ ചെന്ന് മധ്യസ്ഥത, നമ്മൾ ഒരു മധ്യസ്ഥത വഹിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്നുകൊണ്ട് കുടുംബ വഴക്കുകളോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമോ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നമോ അല്ല, അത് ഓരോ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോ വൈക്കോട്ടെ എന്നല്ല. നമുക്കെന്താ ഒരു സിറ്റിങ് പറ്റുമോ? ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് ഉപദേശിക്കാൻ പറ്റുമോ? ഇനി അതല്ല ഒരു യാത്ര ചെയ്തിട്ട് ആ കുടുംബത്തെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതല്ലേ? വിശ്വാസി എന്ന് പറഞ്ഞ സ്വർഗത്തേക്ക് വെറുതെ കടന്നു പോകുമോ? അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ എന്ന് ഖുർആൻ ചോദിക്കുന്നില്ലേ? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളൊക്കെ ചെയ്ത നന്മകൾ, ക്ഷമിച്ച ക്ഷമകൾ, അവരെ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാത്ത ആളുകളെ സ്വർഗത്തിലേക്ക് വെറുതെ കടത്തിവിടുമെന്ന് വിചാരിച്ചോ എന്ന് ഖുർആൻ്റെ പല സ്ഥലങ്ങളിലുള്ള ചോദിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസി കുറച്ച് അധ്വാനിക്കേണ്ട ആൾ തന്നെയാണ്. വെറുതെ അല്ലല്ലോ നമ്മുടെ നേതാവ് പറഞ്ഞത്, വിശ്വാസി മരിക്കുമ്പോൾ അവൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങളായിട്ട് വിട പറഞ്ഞു പോകുന്നതാണ്. അത് പല ഷറഹുകളെ പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുള്ളത്.
അധ്വാനിയായിട്ട് മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വിയർപ്പ് കണങ്ങളായിട്ട് മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അക്ഷരാർത്ഥത്തിൽ വിയർപ്പല്ല, പിന്നെയോ ഒരു വിശ്വാസി ഒരു നന്മ ചെയ്ത് അധ്വാനിക്കുന്ന സമയത്ത് മരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു വിശ്വാസി എൻഗേജ്ഡ് ആണ് നന്മയിൽ. പരലോകത്തിൻ്റെ വിഷയത്തിൽ വിശിഷ്യ ഒരു വിശ്വാസി എൻഗേജ്ഡ് ആണ് എന്നർത്ഥം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പിന്നീട് ഹദീസിൽ വന്ന ഒറ്റ കാര്യം കൂടി എൻ്റെ ആദ്യ ഖുത്ബയിൽ നിന്ന് ചേർക്കുകയാണ്. കടമുണ്ടെങ്കിൽ കടക്കാരെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? തഖ്ലി അൻഹു ദൈന. അല്ലേ? കടം കാരണം ജീവിതം വഴിമുട്ടി എത്ര പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളെ പോലെ എന്ത് പറഞ്ഞിട്ട് എഴുതി തള്ളല്? ആ ഓനത് തുടങ്ങാൻ പോയിട്ടല്ലേ ആ ബിസിനസ്, അല്ലേ? സഹോദരങ്ങളെ, കടത്തിൽ കുടുങ്ങണമെന്ന് വിചാരിച്ച ആരെങ്കിലും ബിസിനസ് കറങ്ങോ? ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ മുട്ടിക്കാൻ വേണ്ടി സ്വപ്നങ്ങളുടെ മലകളും പേറി ഇറങ്ങിയതാകാം. ഒരുപക്ഷെ അവൻ്റെ വീട് കച്ചവടത്തിലാക്കിയിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് എന്ത് എന്ന് ചിന്തിച്ചിട്ട് ഇറങ്ങിയതായിരിക്കും. അങ്ങനെ എത്ര ആളുകളുണ്ട്. ആ ആളുകളുടെ ആ കടത്തിൻ്റെ പേരും പറഞ്ഞ് സമൂഹത്തിൽ അവരെ കരിവാരിത്തേക്കാനല്ല വിശ്വാസി നീ തയ്യാറാകേണ്ടത്. പിന്നെയോ അവൻ്റെ ആ വിഷമങ്ങളിൽ നിനക്ക് എന്ത് നന്മ ചെയ്യാൻ കഴിയും? അവൻ്റെ കൂടെ നിന്നിട്ട് ഒന്ന് സമാശ്വസിപ്പിക്കാൻ കഴിയോ? അത് ചെയ്തു കൊടുക്കുക. വിശ്വാസികൾ ഇതൊക്കെ ആരോട് പറയാനാണ്? മുവഹിദീങ്ങളായ നമ്മളിൽ പല ആളുകളും തന്നെ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ട് അതുകൊണ്ട് ആനന്ദ നിർവൃതി കൊള്ളുന്ന ആളുകളാണോ? സിറാത്ത് കടക്കുമോ? നമ്മൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ സിറാത്ത് കടന്നു പോകും നിങ്ങൾ വിചാരിക്കണേ? ഇത് ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയണത്, നാവുകൊണ്ടല്ല, മനസ്സിലെ വാക്കുകളാണ് പറയണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ കടക്കാരൻ്റെ സാവകാശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ആരെങ്കിലും എമൗണ്ട് തരാണ്ടോ? എന്തെങ്കിലും പ്രതിസന്ധി കൊണ്ടായിരിക്കും. നീ എന്നും ഇടക്കൊടൊക്കെ കാണുന്ന നിന്റെ നാട്ടുകാരനാണത്. മനഃപൂർവ്വം ഉള്ളത് കൊണ്ട് തരാത്തത് കൊണ്ടായിരിക്കില്ല. അവൻ്റെ ആ പ്രയാസങ്ങൾ എന്താണെന്ന് നീ നല്ല രൂപത്തിൽ സൽസ്വഭാവിയായി ചോദിച്ചറിഞ്ഞ്, പ്രയാസമാണോ ഒന്ന് ശരി കുറച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നുള്ള ഇടതടവ് കൊടുത്താൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിന്റെ കുർബത്തല്ല നീക്കുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ പ്രസംഗിക്കാനാണോ? ആണോ? ഇനി അതല്ല, പറ്റുമെങ്കിൽ നീ ഇപ്പോൾ അൽഹംദുലില്ലാ അല്ലാഹ് തന്ന സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതനാണെങ്കിൽ നിന്റെ അടുക്കലേക്ക് കൈനീട്ടി വന്ന കടക്കാരന് നിനക്ക് തിരിച്ചു തരാൻ പണമില്ല എങ്കിൽ അതൊന്ന് എഴുതിത്തള്ളി ഒരു മഹാമനസ്സിൻ്റെ ഉടമയായി മാറാൻ നിനക്ക് കഴിയുമെങ്കിൽ അതും ഹൈറല്ലേ? പക്ഷെ അതിൻ്റെ പേരിൽ ഹറാസ് ചെയ്ത് മറ്റുള്ളവരുടെ അടുക്കൽ താറടിച്ച് സഹോദരങ്ങളെ അല്ലാഹ് നമ്മളെ വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക. ഖുർആൻ കടക്കാര വിഷയത്തിൽ പറഞ്ഞതാ. പറ്റുമെങ്കിൽ നീ അതൊരു ധർമ്മമായി വിട്ടുകൊടുക്ക്, അല്ലെങ്കിൽ അവന് ഇടതടവ് കൊടുക്ക്, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പരിശുദ്ധ ഖുർആൻ. സമ്പത്ത് നിന്റെ കൈകളിൽ വെച്ച് തന്ന അവിടെല്ലാം 6 ഏക്കറല്ലേ, ഇപ്പുറത്തുള്ള 2 നില വീടില്ലേ, നീ കിടന്നുറങ്ങുന്ന AC ബെഡ്റൂമില്ലേ, ആ വീടും അനുഗ്രഹങ്ങളും തന്ന റബ്ബാ പറയണത് പറ്റുമെങ്കിൽ ഇതൊന്ന് ചെയ്യടാ എന്ന്, അല്ലേ? പക്ഷേ നമ്മളൊക്കെ കാറൂന്മാരെ പറഞ്ഞിട്ട് അഹങ്കാരത്തിൻ്റെ ആളുകളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളും എവിടെയെങ്കിലൊക്കെ അഹങ്കാരികളായി പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ചുരുക്കുകയാണ് ഞാൻ. മഹാനായ ജാബിർ ബിൻ അബ്ദില്ല പ്രഗത്ഭനായ സഹാബിയാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ കോറി വെക്കണേ. ചില ആവേശത്തിൻ്റെ വാക്ക് വരുമ്പോൾ ഞാൻ ഒച്ചയിടുന്ന എന്തുകൊണ്ടറിയോ? ആത്മാർത്ഥതയുടെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളത് കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, വേറൊന്നിനുമല്ല. ജാബിർ ബിൻ അബ്ദില്ല ആരാണെന്ന് അറിയാം നിങ്ങൾക്ക്? മഹാനായ സഹാബിയിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴും കിട്ടാനുള്ള അവകാശം ചോദിക്കുമ്പോഴും നിന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന നിനക്ക് തരാനുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ കച്ചവടത്തിന് വന്ന ആളായിരിക്കും, അവരോടൊക്കെ വളരെ സോഫ്റ്റായിട്ട് ഉദാരമനസ്കയോടെ സ്നേഹത്തോടെ ഇടപെടണേ എന്ന് ബുഖാരിയുടെ ഹദീസിൽ നമ്മൾക്ക് കാണാം. ആ ഹദീസ് അവസാനിക്കണം എങ്ങനെ നിങ്ങൾക്ക്? അങ്ങനെ കടക്കാരൻ്റെ കടം നീ അതിന് ഇടതടവ് കൊടുക്കുകയും അവനെ പരിഗണിക്കുകയും അതുപോലെ നിന്നോട് കച്ചവടത്തിൽ ഏർപ്പെട്ടവരോട് നൈർമല്യത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്താൽ അള്ളാഹു അവന് അനുഗ്രഹം നൽകട്ടെ. ഇതാണ് ഹദീസിൻ്റെ അവസാനം, ബുഖാരിയിലാണതുള്ളത്. ഈ പ്രാർത്ഥന കിട്ടിയവരാണ് വിശ്വാസികളെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ. ആരുടെ പ്രാർത്ഥന? ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാൻ, അല്ലേ? ആർക്കെങ്കിലും തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്ന്, തൻ്റെ വിഷമങ്ങൾ അകലണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രയാസപ്പെടുന്ന കടക്കാരനെ അവൻ ഏതെങ്കിലും രൂപത്തിൽ ഇടപെട്ട് സഹായിച്ചു കൊള്ളട്ടെ എന്നാണ്. നമ്മുടെ മുജാഹിദീങ്ങൾക്കിടയിൽ തന്നെയുള്ള പ്രശ്നം. കാര്യങ്ങൾ
എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക ഇടപാടിൽ വന്നു പോയാൽ ഓനെ സൈഡാക്കി, ഒഞ്ഞു വേണ്ട. നാളെ നീയും അങ്ങനെ ആയിക്കൂടെ? നിന്നെ മറ്റുള്ളവർ സൈഡാക്കും, അതിൻ്റെ വേദന അപ്പം നിനക്കറിയാം. അതുകൊണ്ട് മാനസികമായി വന്നു പോകുന്ന കുറവുകളുടെ കാരണം അവൻ അരിക്കാക്കാനല്ല മുമ്പിനെ നീ പഠിക്കേണ്ടത്. എന്നോടാണ് ഞാൻ ആദ്യം പറയണത്, അരിക്കാക്കാനല്ല പഠിക്കേണ്ടത്, ചേർത്ത് പിടിക്കുക. മനുഷ്യരല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അതുകൊണ്ട് എളുപ്പവും സമാധാനമൊക്കെ നിന്നെ ആഗ്രഹിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ പോലെ നീയും ആ രൂപത്തിൽ ഇടപെട്ട് പരിഹരിച്ചു എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല ഒറ്റ കാര്യം കൂടി ഞാൻ പറയുകയാണ്. മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വലിയ എമൗണ്ട് ഒരാൾക്ക് കടം കൊടുക്കേണ്ടായിരുന്നു. അബൂ ഖത്താദക്ക് വലിയൊരു പൈസ ഒരാൾ തിരിച്ചു കൊടുക്കേണ്ടായിരുന്നു. അബൂ ഖത്താദമാരായി ഒന്ന് ചിന്തിക്കുക. ഈ പറയുന്നത് അബൂ ഖത്താദമാർക്കുള്ള പരലോകമാണ് നമുക്കുമുള്ളത്. വിശ്വാസികളെ എത്രയെത്ര വാക്കുകൾ കൊണ്ട് ചില കുടുംബങ്ങളെ ഇതിൻ്റെ പേരിൽ നമ്മൾ അഭിമാനക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ട്. വീട് കയറി അയൽവാസികളെ കേൾപ്പിക്കുന്ന രൂപത്തിൽ ശബ്ദമുണ്ടാക്കി, അവരുടെ മെസ്സേജുകൾ അയച്ച് പരിഹസിച്ച്, നാലാളെ മധ്യത്തിൽ അവൻ്റെ കോളറിന് പിടിച്ച് അവൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി, ഒരുപക്ഷെ കുടുംബവും അവനും ഒരു വിശക്കുപ്പി കഴിച്ച് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയതിൻ്റെ പേരിൽ ഒരുപക്ഷെ ആരുടെയെങ്കിലും ഇത്തരത്തിലുള്ള അതിരുകടന്ന വാക്കുകളുണ്ട് എങ്കിൽ പടച്ചോ നമ്മളെ വിടോ? പ്രിയപ്പെട്ടവരെ, അബൂ ഖത്താദ റളിയല്ലാഹു പറയണേ, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ പണം ചോദിച്ച് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് പ്രയാസത്തിലാണ്, തിരിച്ചു തരാൻ ഇപ്പം പറ്റൂല. മാനുഷികമായുള്ളൊരു വാക്കാണ്, കുറച്ച് പ്രയാസത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്. നിങ്ങൾ കാണാതെ നിങ്ങളെ കൺമറയത്തുനിന്ന് ഞാൻ അങ്ങനെ മാറി നടന്നത്. ഒരു സുപ്രാത്തിൽ കണ്ടുമുട്ടിയതാ. എവിടെ എങ്ങനെ മാറി നടന്നതെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പ്രയാസത്തിലാണ്, നിങ്ങൾ എങ്ങനെയാ ഫേസ് ചെയ്യുന്നറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ മാറി നടന്നതാ. അബൂ ഖത്താദ റളിയല്ലാഹു ചോദിക്കണേ, അള്ളാഹുവാണേ നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ പ്രയാസം അനുഭവിക്കുന്നവനാണ്. അപ്പോൾ ഉടനെ തന്നെ മഹാനായ അബൂ ഖത്താദ പറഞ്ഞു, അല്ലേ, എങ്കിൽ നിങ്ങൾ എനിക്ക് തരാനുള്ള ആ വലിയ സംഖ്യ ഞാനിതാ എഴുതി തള്ളുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് പ്രധാനം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറാ. അത് പ്രസംഗിക്കാൻ മാത്രമല്ല, അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കുക, വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈകൾ നക്കി തുടക്കുക, ഭക്ഷണ പദാർത്ഥങ്ങൾ വല്ലതും താഴേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കി അത് നീ വീണ്ടും എടുത്ത് കഴിക്കുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ പറയുക. ഇവിടെ മാത്രമല്ല നിനക്ക് മാതൃക, ജീവിതത്തിൻ്റെ വെളിച്ചം വീശുന്ന സകല കോണുകളിലും ആ ഹബീബായ നേതാവിൽ നിനക്ക് മാതൃകയുണ്ട്. അബൂ ഖത്താദ പറഞ്ഞെന്താ, ഞാൻ ഈ കടം എഴുതിത്തള്ളാനുള്ള കാരണം ഹബീബായ പ്രവാചകന്റെ ഒരു മാതൃകയാണ്. എന്താണ് ആ മാതൃക എന്നറിയോ? അദ്ദേഹം പറയുകയാണ്, ഹബീബായ മുത്തനബി പറഞ്ഞിട്ടുണ്ട്, മൻ സറഹു അയ്യുൻജിയഹുല്ലാഹ് മിൻ ഖുറബി യൗമിൽ ഖിയാമ ഫൽയുനഫസ് അൻഹു മുഅ്സിരിൻ ഔ യലഅൻ. അതാണ് ആ വാക്ക്. ആരാണോ കടക്കാരൻ ആശ്വാസം നൽകുന്നത്, അന്ത്യനാളിൽ അള്ളാഹു അവൻ്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമെന്ന് മുത്തനബി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനേക്കാളും വലുതല്ല നിങ്ങൾക്ക് തരാനുള്ള പൈസ. ഇതൊക്കെ എന്താ അറിയോ? ഇദ്ഖാലു സുറൂറാണ്. വിശ്വാസി മറ്റൊരു വിശ്വാസി ഇട്ടുകൊടുക്കുന്ന സഹോദരങ്ങളെ നല്ല നല്ല മാതൃകകളാണ്. പ്രായോഗിക വഴികൾ എന്താണ് എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ബുദ്ധിയുള്ളവരാണല്ലോ വിശ്വാസികളെ. നമ്മൾ സൽസ്വഭാവികളാവുക. മറിഞ്ഞു വീണാൽ തീരുന്നതേയുള്ളൂ. കോഴിക്കോട് ജില്ലയിലെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വായിച്ചൊരു വാർത്ത ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്, അല്ലേ, താമരശ്ശേരി റൂട്ടിന് ഓടുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാൾ വന്നു, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് 2 വീലുണ്ടാവുമല്ലോ ഫ്രണ്ടിൽ, അതിൻ്റെ റൈറ്റ് സൈഡിലെ വീല് ഊരിയിട്ട് ജാക്കിയിൽ കയറ്റി താഴെ കിടന്നിട്ട് അദ്ദേഹം പണി ഇങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കെ ആ കയറ്റി വെച്ച ജാക്കി ഉണ്ടല്ലോ അത് മണ്ണിലേക്ക് പൂന്തിയപ്പോൾ ഈ ബസ് ഇയാളെ നെഞ്ചിലേക്കാണ് വീണത്. 39 വയസ്സുകാരനായ കുടുംബത്തിന് ആഹാരം നൽകാൻ വേണ്ടി ചൂടും പ്രയാസമൊക്കെ അനുഭവിച്ച് ജോലിക്കിറങ്ങിയ ഒരു ചുറുചുറുക്കുള്ള യുവാവിൻ്റെ മരണം. ഇതാ ഈ ഇരിക്കണ നമ്മളൊക്കെ ഒരു ദിവസം 3 കഷ്ണം തുണിയിൽ പൊതിയേണ്ട ആളുകളാണ്. മറക്കരുത്, അതിന് വയസ്സ് പ്രശ്നമല്ല, അതിന് നിന്റെ തറവാട് മഹിമ പ്രശ്നമല്ല, അതിന് നിന്റെ കളറും നിന്റെ 6 പാക്കുകളും പ്രശ്നമല്ല.
നിന്റെ സ്റ്റാറ്റസുകൾ അതിന് തടസ്സമല്ല. നീ കെട്ടി ഉയർത്തപ്പെട്ട ചെങ്കോട്ടകൾക്കുള്ളിലാണെങ്കിലും ആദ്യം നിന്നെ തേടി വരും. കല്ലുകൾ പൊളിക്കാതെ, നിന്റെ വീടിന്റെ ജനാലകൾ അളക്കാതെ, നിന്റെ കഥകളുടെ കുറ്റികൾ പൊളിക്കാതെ, നീ മുഖത്തിട്ട പുതപ്പ് പോലും മാറ്റാതെ, നീ കിടക്കുന്ന പൊസിഷൻ പോലും മാറ്റിക്കിടത്താതെ നിന്റെ റൂഹിനെ എടുത്തു കൊണ്ടുപോകുന്നൊരു സമയമുണ്ട്. സഹോദരങ്ങളെ, ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധ്യമാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. വിശ്വാസികളെ, പിന്നെ അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ് വിശപ്പകറ്റുക എന്നുള്ളത്. ഒരു വിശ്വാസിക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പുണ്യമാണത്, അല്ലേ? ഭക്ഷണം നൽകുക, ഒരാളെ വിളിച്ച് ഭക്ഷണം നൽകുക, വിശപ്പ് അനുഭവിക്കുന്ന വയറിന് സമാധാനം നൽകുക എന്നുള്ളതൊക്കെ തത്തുറുദു അൻഹു ജൂഅൻ എന്നാണ് ആ ഹദീസിൽ പിന്നീട് പറഞ്ഞ കാര്യം. വിശുദ്ധ ഖുർആനിൽ സ്വർഗവാസികൾ പ്രത്യേക പറഞ്ഞ ഭാഗത്ത്, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഇന്ന് ഇമാമ സുബഹിക്ക് ഓതിയ ആയത്തിൽ ഒരായത്ത് ഏതായിരുന്നു? വയുത്ഇമൂന അത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അല്ലേ? തനിക്ക് തൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, ഇനി തനിക്ക് സ്വന്തത്തിനില്ല എങ്കിലും യതീമിൻ്റെ ഭക്ഷണ കാര്യത്തിലും മറ്റുമൊക്കെ അവർ പരിഗണിക്കുക. അൻസാരികളെ പ്രത്യേകത പറഞ്ഞെന്താ? അവർക്ക് സ്വന്തത്തിനില്ലെങ്കിലും മറ്റുള്ളവരെ പരിഗണിച്ചു എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഈ ഭക്ഷണം ആർക്കാ ആരെ വീട്ടിലപ്പോൾ ഭക്ഷണം ഇല്ലാത്തതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ആയിക്കോട്ടെ, എന്നാലും നമ്മളെ പരിചയത്തിലുള്ള ഒന്ന് രണ്ടാൾക്കാരെ വിളിച്ചിട്ടൊന്ന് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടുന്ന നന്മകളാണ്. പക്ഷെ എന്താ അങ്ങനെയാണോ? കണ്ടാ ചിരിക്കൂല, മിണ്ടൂല. എന്തിനത്? ഒന്നുമില്ല, ഒരു സംഘടന മാറി, 3-4 അക്ഷരങ്ങളോട് മാറി, ഒന്നുമില്ല. അന്നോട് ചെയ്ത് ശരിയല്ല. നിങ്ങൾ പറയൂ, 100-ൽ 100 തേഞ്ഞ ആരാണ്? ഒരു 5 എഴുതി കാട്ടിക്കണി ഉണ്ടാവില്ല. ഓരോ ആളുകൾക്കും അവരുടേതായ വീഴ്ചകളുണ്ട്. അത് സഹിച്ചും പുറത്തും ക്ഷമിച്ചും നീ നിന്റെ പരലോകത്തിന് വേണ്ടി മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ ഇടപെടാ വേണ്ടത്. നിന്റെ സ്വന്തത്തിലേക്ക് നീ വിരൽ ചൂണ്ട്. നീ ഓക്കെയാണോ? ആലോചിച്ച് നോക്കുക. ഇത് ഞാൻ പറഞ്ഞെന്തിനാ വെച്ചാൽ, സഹോദരങ്ങൾ, ഇതൊന്നും പറഞ്ഞ് മാറിക്കല്ല. എല്ലാവരെയും സ്നേഹിച്ച് കൂടെ ചേർത്ത് നിർത്തിയിട്ട് പറ്റുമെങ്കിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ പീക്ക് ലെവലാണ് ഒരു നല്ലൊരു ആഹാരം നൽകുക, ഭക്ഷണം നൽകുക എന്നുള്ളതൊക്കെ. അൽഹംദുലില്ലാഹ്, അങ്ങനെയൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്ന വിശ്വാസിയല്ലാന്ന് ഇതിങ്ങനെ നമ്മൾ എത്ര വേരിന്ന് കേട്ടിക്കണം. ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റീൽസുകളിലൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പറയലുണ്ടല്ലോ, ഇസ്ലാം എത്ര സുന്ദരമായ മതമാണ് മുസ്ലിങ്ങൾ പറയാം. എന്നിട്ട് എന്താ അതിന് തെളിവ് പറയല്? അയൽവാസി വിശന്ന് കിടക്കുമ്പോൾ വയറ് നിറച്ചൊരു മുസ്ലിമിന് വിശ്വാസിക്ക് തിന്നാൻ പാടില്ല എന്ന് അന്വേഷിക്കണം. നീ അവിടെ ഒരു വിശാല ഹൃദയം കാണിക്കണം. ഇതൊക്കെ പഠിപ്പിക്കാൻ അലി റളിയല്ലാഹു അൻഹു, ഞാൻ 2 മിനിറ്റ് അധികം എടുക്കുകയാണ് ഇത് ഞാൻ പറയാൻ വേണ്ടിയിട്ട്. അലി റളിയല്ലാഹു അൻഹു ആരാണ്? ഒരിക്കൽ തൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് ഒരു ഉറുമാമ്പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ആ ദമ്പതികൾക്കിടയിൽ ബെഡ്റൂമിൽ നടക്കുന്ന ചർച്ചയാണ്. അലിയാരെ തങ്ങിൽ കയ്യിൽ പണമില്ല, സ്വർഗവാസിയായ അലിയാരെ കയ്യിൽ പണമില്ല. മുത്തുനബി ഹിജറ പോയ വേളയിൽ അവിടുത്തെ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് ധീരത കാണിച്ച അലി, കുട്ടിക്കാലത്തെ ഇസ്ലാം സ്വീകരിച്ച അലി, ധീരനായ അലി, ഹബീബായ മുത്തുനബിയുടെ കരളിൻ്റെ കഷ്ടത്തെ വിവാഹം കഴിച്ച അലി. ആ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഫാത്തിമ ബീവി പറയാണ്, എനിക്കൊരു ഉറുമാമ്പഴം കഴിക്കണം, കയ്യിൽ പണമില്ലല്ലോ. അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെ ആണ് ആ ഭാര്യ പറഞ്ഞത് എന്ന് അലിക്ക് മനസ്സിലായപ്പോൾ, തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പണമില്ല എന്ന് കണ്ടപ്പോൾ, ഇടയ്ക്കൊക്കെ കിട്ടുന്ന തുട്ടുനാണയങ്ങൾ ഇട്ടുവെക്കുന്ന ഒരു പെട്ടിയുണ്ട്, അത് പൊട്ടിച്ചിട്ട് ആ പണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ടൊന്ന് മേടിച്ചു വരി എന്നാണ് പറഞ്ഞത്. അങ്ങനെ സന്തോഷത്തോടെ തൻ്റെ ഭാര്യയ്ക്ക് ഉറുമാമ്പഴം മേടിച്ച് പോരുന്ന അലി സ്പീഡിൽ വരുമ്പോൾ മുമ്പിലേക്ക് ഒരു കൈ ഇങ്ങനെ ക്രോസായിട്ട് നീണ്ടു. എന്താണെന്നറിയോ? ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, പല്ലൊന്നും തിന്നാണ്ടാവുമോ എന്നാണ് ചോദിച്ചത്. അലിയാരെ കയ്യിലുണ്ട് എന്ത്? തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഉറുമാമ്പഴം. കൊടുക്കണോ വേണ്ടേ? നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, അല്ലേ? ഇത് വേറെ അത്യാവശ്യത്തില്ലാന്ന് പറഞ്ഞിട്ട് നമ്മളത് മെല്ലെ സ്കിപ്പാവുന്നല്ലേ. ശലിയാരി തങ്ങൾ അത് കയ്യിൽ കൊടുക്കുക മാത്രമല്ല, കൊടുക്കുന്നതിന് മുമ്പേ അത് പൊളിച്ച് അതിലുള്ള ഓരോ കുരുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് അദ്ദേഹം ആ വിശപ്പടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ തിളക്കം കണ്ട്, ആ ചിരിയും കണ്ടു പോയ അലി വീട്ടിലേക്ക് എത്തിയപ്പോൾ ഫാത്തിമ ബീവിയുടെ ചോദ്യം,
കിട്ടിയില്ലേ എന്നാണ് അലിയാരി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തതിന്. അതെ മോളെ ഫാത്തിമ, നിന്നെക്കാളൊരു ആവശ്യക്കാരനെ ഞാൻ വഴിയിൽ കണ്ടു എന്നാണ്. ആ അൻസാരികളെ കുറിച്ച് പറഞ്ഞില്ലേ, സ്വന്തത്തിനില്ലെങ്കിലും മറ്റുള്ളവരെ പരിഗണിച്ച് കാണിച്ചു തന്ന നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ റോൾ മോഡലുകൾ. ഈ തലത്തിലൊക്കെ എത്താൻ നമ്മളിഞ്ഞ് എത്ര പണിയെടുക്കണോ? നമ്മളായില്ലെങ്കിൽ പിന്നെ ആരാ? ശിർക്കിൻ്റെ ഖുറാഫത്തിൻ്റെ ആൾക്കാർ നിങ്ങൾ വിടി, ഓർക്ക് നമുക്ക് വേറെയാണ് സമുദ്രിക്കാനുള്ളത്. ഇത് നമ്മക്കുള്ളതാ, ഇത് നമ്മക്കുള്ളതാണ്. എന്താ അലിയാരി തങ്ങൾ പറഞ്ഞത്? നിന്നെക്കാളൊരു ആവശ്യക്കാരനെ ഞാൻ കണ്ടു, അദ്ദേഹത്തിന് വിശപ്പ് അനുഭവിച്ച ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി തൻ്റെ ഭർത്താവിന് ഹഗ് ചെയ്ത് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെങ്ങാനും ആ പഴം അദ്ദേഹത്തിന് കൊടുക്കാതെ എനിക്ക് കൊണ്ടു തന്നിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമാകുമായിരുന്നില്ല. ഇതാണ് ജീവിതം. ഇതാണ് സഹോദരങ്ങളെ അലിയാരി തങ്ങളുടെ അബൂ തുൽഹത്തുൽ അൻസാരിയുടെ ജീവിതത്തിലുണ്ടായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റൂമാ കിണർ വാങ്ങിക്കൊടുത്ത സംഭവം. സൈനബ ബിൻത്ത് ജഹ്ഷ് മുത്തനബിയുടെ ഭാര്യ, നമ്മുടെ ഉമ്മയാണ്. എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ അടുക്കലേക്ക് ഖബറിലേക്ക് അടുത്തതായി കടന്നു വരാനിരിക്കുന്ന ഭാര്യ കൈ നീളമുള്ള ഭാര്യയാണ് എന്ന് പറഞ്ഞു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്തതായി മരിക്കുന്ന ഭാര്യ കൈ നീളമുള്ള ഭാര്യയാണ്. ആ സഹാബി വനിതകളൊക്കെ ടാപ്പ് എടുത്ത് നടക്കാൻ തുടങ്ങി. ആര് കയ്യ നീളം? അത് ആ നീളല്ല, ഇതൊരു മജാസിയായ പ്രയോഗമാണ്. കൈ നീളമെന്ന നബി ഉദ്ദേശിച്ചത് ധാരാളം ധർമ്മം കൊടുക്കുന്ന ഭാര്യ എന്നാണ്. അതാരാണ്? അത് ഖദീജ ബീവിയേക്കാൾ, ആയിഷ ബീവിയേക്കാൾ ആ സർട്ടിഫിക്കറ്റ് നേടിയെടുത്ത സഹാബി വനിതയാണ് മഹദിയായ സൈനബ ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ആകാശത്ത് നിക്കാഹ് കഴിഞ്ഞ പെണ്ണാണവൾ, അല്ലേ? സഹോദരങ്ങളെ, ഇതൊക്കെ ആരോട് പറയാനാണ്? അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നമുക്ക് പറ്റണം. വിസ്ഡം യൂത്ത് കൂട്ടായ്മയിൽ നിന്ന് സംഘടിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു നന്മയുണ്ട്. ഈ കൂട്ടായ്മയുടെ യുവസംഘടനയായ ആ വിഭാഗം സംഘടിപ്പിക്കുന്ന സ്നേഹസ്പർശം, അത് ഈ രംഗത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ്. അതിലിടപെട്ട് നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ കൂട്ടായ്മയാകുമ്പോൾ കുറേ ഹൈറ് വേണമല്ലോ. വെറും തൗഹീദും ശിർക്കും പ്രസംഗിച്ച് നടന്നാൽ മതിയോ? ഇവിടെയും വേണ്ടേ? ആ സ്നേഹസ്പർശം എന്നുള്ള പരിപാടിയിൽ നമ്മൾ ചെയ്യുന്ന നന്മ എന്താണെന്നറിയോ? എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടെത്തും. എന്നിട്ട് അവർക്ക് ഒരു മാസത്തിൽ എന്താണോ, ഒരു മാസത്തെ സാധനങ്ങൾ എന്താണോ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ, പലചരക്കടിയിൽ നിന്ന് പറ്റുക, പച്ചക്കറിക്കടിയിൽ നിന്ന് പറ്റുക, ഒന്നുകിൽ ആ കടയിൽ കൊണ്ടുപോയി പൈസ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തകരെ ഏൽപ്പിച്ചാൽ ഒരു മാസം പ്രയാസം അനുഭവിക്കുന്നവർ വീട്ടിൽ ഓലറിയാതെ ഓല അഭിമാനത്തിന് ക്ഷതല്ലാതെ എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് സ്നേഹസ്പർശം. സാന്ദർഭികമായ ഈ വിഷയത്തിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വെച്ചു എന്ന് മാത്രം. സഹോദരങ്ങളെ, നമുക്ക് നന്നാകണം. നമ്മൾ മനസ്സറിഞ്ഞ് ചിരിക്കുന്നവരാകണം, നമ്മൾ മനസ്സറിഞ്ഞ് കൈ കൊടുക്കുന്നവരാകണം. നമുക്ക് മതിൽക്കെട്ടായി നിൽക്കാൻ കഴിയണം, ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ചെങ്കോട്ടയായി. പക്ഷെ ഇന്നോ കൂടെയുള്ളവർ തന്നെ സ്പ്ലിറ്റാണ് മാനസികമായി. ആകല്ലേ സഹോദരങ്ങളെ, പിശാച് ചിരിക്കുകയാണ്, റബ്ബ് കോപിക്കുകയാണ്. റബ്ബ് സന്തോഷിക്കട്ടെ, പിശാച് സങ്കടപ്പെടട്ടെ. അവരിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ അപാകതകളെങ്കിലും റഹ്മാനായ റബ്ബ് നമ്മൾക്ക് വിട്ടുപുറത്ത് നമ്മെ എല്ലാം അവൻ സംസ്കരിക്കുമാറാകട്ടെ. സമൂഹത്തിൽ ഒരുപാട് രോഗികളുണ്ട്. ഞാൻ മെമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ 2-3 ആളുകൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എല്ലാവരും പാടെ പറഞ്ഞ് ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ ചിലപ്പോൾ നിൽക്കൂല, ഓർമ്മയുള്ളതൊക്കെ ഞാൻ ദുആ ചെയ്യുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു യുവ സഹോദരൻ, കുറച്ച് നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾക്കും മറ്റൊക്കെ വരുന്നൊരു സഹോദരൻ്റെ ഉമ്മയുടെ ആങ്ങള ഏതാനും ദിവസങ്ങളായി പെരപ്പുറത്ത് വീണിട്ട് പരിക്കായിട്ട് കിടക്കിയെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ ലോകത്ത് വിട പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൽ വന്നുപോയ വീഴ്ചകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നീലേശ്വരത്തുള്ള നമ്മുടെ ഒരു സജീവനായ പ്രവർത്തകൻ്റെ ഭാര്യയുടെ കണ്ണോപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു യാത്രയിലാണ്, അവർ ഹോസ്പിറ്റലിലാണ്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ ഒരു സഹോദരൻ്റെ കുടുംബത്തിൽ മറ്റൊരു വ്യക്തിക്ക് വലിയ രോഗം വന്ന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങൾ എന്താണോ അള്ളാഹു അതെല്ലാം പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ, അടുത്തും വിദൂരത്തുമായി വിട പറഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചു വിടുമ്പോൾ സ്വർഗത്തിലേക്ക് സിറാത്ത് കടന്ന് സന്തോഷത്തോടെ കടന്നു പോകുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ, സാധുക്കളായ പാപികളായ നമ്മെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന നാളുകളുടെ സമയവും എണ്ണവും എത്രയാണോ അത്രയും നാൾ സന്തോഷത്തോടെ ആഫിയത്തോടെ
ജീവിക്കാനുള്ള തൗഫീഖിന് റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.